ഭൂമിദേവിയുടെയും വാസ്തുപുരുഷന്റെയും ബഹുമാനാർത്ഥം നടത്തുന്ന ഒരു ചടങ്ങാണ് ഭൂമി പൂജ. ഭൂമി എന്നാൽ ഭൂമി മാതാവ് എന്നാണ് സങ്കല്പം. അതിനാൽ ഈ പൂജ ഭൂമിയിലെ ദോഷഫലങ്ങളും വാസ്തുദോഷങ്ങളും ഇല്ലാതാക്കുന്നു. ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ഭൂമി പൂജ നടത്തുകയാണെങ്കിൽ നിർമ്മാണ പ്രക്രിയ വളരെ സുഗമമാകുന്നു. കാർഷിക വിളവെടുപ്പിന് മുമ്പും ഭൂമി പൂജ നടത്തേണ്ടുന്നത് ആവശ്യമാണ്. ഭൂമിയുടെ വടക്ക് കിഴക്ക് മൂലയിലാണ് പൂജ നടത്തേണ്ടുന്നത്. ഈ പൂജ വാസ്തുപുരുഷൻ, ഭൂമിദേവി, പഞ്ചഭൂതങ്ങൾ എന്നിവരെ പ്രീതിപ്പെടുത്താനും വാസ്തുശാസ്ത്രപ്രകാരമായിരിക്കണം ഈ പൂജ നടത്തേണ്ടുന്നത്. കൂടാതെ വസ്തുവിൻ്റെ എല്ലാ ദോഷഫലങ്ങളും വാസ്തുദോഷങ്ങളും ഇല്ലാതാക്കാൻ ദിക്കുകളുടെ ദേവനെ ആരാധിക്കുന്നു. ഈ പൂജയിൽ പൂജിക്കപ്പെടുന്ന പ്രധാന ദേവതകളിലൊന്നാണ് വാസ്തുപുരുഷൻ. ഭൂമി പൂജ നടത്താൻ അനുഭവ പരിചയമുള്ള ഒരു കർമ്മിയുടെ കാർമ്മികത്വം ആവശ്യമാണ്. കുടുംബനാഥനാണ് ഈ പൂജ നടത്തേണ്ടുന്നത്. ഭാര്യയും പൂജയിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. ആ ഭൂമിയെ സംബന്ധിച്ച എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാനും ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഭൂമി പൂജ കൊണ്ട് കഴിയുന്നു. മാത്രമല്ല, ഭൂമി പൂജ തടസ്സങ്ങളില്ലാതെ ജോലികൾ സുഗമമായി പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. ആ വസ്തുവിൽ താമസിക്കാൻ പോകുന്ന ആളുകളുടെ ക്ഷേമവും സന്തോഷവും ഇത് ഉറപ്പാക്കുന്നു. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ അത് മികച്ച വിളവ് നേടാൻ സഹായിക്കുന്നു. തിങ്കൾ, വ്യാഴം ദിവസങ്ങളാണ് ഈ പൂജയ്ക്ക് അനുയോജ്യമായ ദിവസങ്ങൾ. ഈ 2 ദിവസങ്ങൾ ഈ പൂജയ്ക്ക് വളരെ ശ്രേഷ്ഠമാണ്. ശനി, ഞായർ, ചൊവ്വ ദിവസങ്ങളിൽ ഈ പൂജ നടത്തുന്നത് ഒഴിവാക്കണം. ഈ ദിവസങ്ങൾ ഈ പൂജയ്ക്ക് അത്ര ശുഭകരമല്ല. വീട്ടിലെ ഒരു സ്ത്രീ 7 മാസത്തിൽ കൂടുതൽ ഗർഭിണിയാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുക. പൂജ നടത്തുന്നതിനുള്ള ആദ്യ പടി സ്ഥലം വൃത്തിയാക്കുക എന്നതാണ്. അഴുക്കുകളെല്ലാം വൃത്തിയാക്കി എല്ലാം ചവിറ്റുകുട്ടകളും നീക്കം ചെയ്യുക. കുളി കഴിഞ്ഞ് പുണ്യസ്ഥലം വൃത്തിയാക്കി ഗംഗാജലം തളിക്കണം. രണ്ടാമതായി, നിർമ്മാണ സ്ഥലത്ത് വടക്ക് കിഴക്ക് ദിശയിൽ ഒരു കുഴി എടുക്കണം. മൂന്നാമതായി, പൂജാസമയത്ത് കിഴക്കോട്ട് ദർശനമായിരുന്ന വീട്ടിലെ സ്ത്രീ പാൽ തിളപ്പിക്കണം. ഈ പൂജയ്ക്ക് മുകളിൽ പാൽ തളിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും മറ്റ് ദേവതകളുടെയും വിഗ്രഹങ്ങളോ ഫോട്ടോയോ വൃത്തിയുള്ള സ്ഥലത്തായി സ്ഥാപിക്കണം. ഗണപതി പൂജയാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. ഗണപതി പൂജ ഹിന്ദുമതത്തിലെ ഏതൊരു ശുഭകാര്യത്തിൻ്റെയും തുടക്കം കുറിക്കുന്ന പൂജയാണ്. നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിലെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കണം. അടുത്തതായി, വെള്ളം നിറച്ച ഒരു കലം, മുകളിൽ മാങ്ങ, വെറ്റില, തേങ്ങ എന്നിവ കൊണ്ടുള്ള ഒരു കലശം സ്ഥാപിക്കുക. ഈ കലശം നിങ്ങളുടെ വീടിനെ ഐശ്വര്യത്താൽ അനുഗ്രഹിക്കുന്ന ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചുള്ളതാണ്. മഹാവിഷ്ണുവിൻ്റെ ശേഷനാഗത്തിൻ്റെയും സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച വെള്ളി സർപ്പത്തിനെ വീടിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാൻ വിളിക്കണം. പാല്, തൈര്, നെയ്യ്, വെറ്റില, നാണയങ്ങൾ തുടങ്ങി വിവിധ വഴിപാടുകൾ പ്രാർത്ഥനയ്ക്കിടെ സമർപ്പിച്ചുകൊണ്ട് വേണം നാഗത്തിനെ വിളിക്കാൻ. ഭൂമി പൂജയുടെ പ്രധാന ഘട്ടമാണ് ഭൂമിദേവിയെ വിളിക്കുന്നത്. പുതിയ വീടിനുള്ള ഭൂമി പൂജയ്ക്കൊപ്പം വാസ്തുപുരുഷന്റെയും ആരാധനയുണ്ട്. ഭൂമിയിലെ തിന്മകളെ നീക്കം ചെയ്യുന്നതിനാണ് ഇത്. പഞ്ചഭൂതങ്ങളും ഈ ഘട്ടത്തിൽ പൂജിക്കപ്പെടുന്നു. നിങ്ങൾ ഭൂമി പൂജൻ വിധി പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ ഭൂമിയിൽ നിർമ്മാണം ആരംഭിക്കാം. നിർമ്മാണ പ്രക്രിയ ആരംഭിക്കുന്നതിന് അനുകൂലമായ തീയതികളും സമയവുമുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ തീയതികൾ കണ്ടെത്താൻ ഒരു നല്ല ജ്യോതിഷനെ സമീപിക്കുക. നിങ്ങൾ വാങ്ങുന്ന ഭൂമിയുടെ ഉപയോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രധാന ചടങ്ങാണ് ഭൂമി പൂജൻ വിധി. പുതിയ വീടിനുള്ള ഭൂമി പൂജാ ചടങ്ങുകൾക്ക് പോകുന്നതിന് മുമ്പ് വാസ്തുപ്രകാരം നിങ്ങൾ പാലിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. തെക്ക് പടിഞ്ഞാറ് വശം മറ്റുള്ള വശത്തേക്കാൾ ഉയർന്നിരിക്കത്തക്ക രീതിയിൽ ഒരു അതിർത്തി മതിൽ നിർമ്മിക്കണം.
നിങ്ങൾ ഭൂമി പൂജൻ വിധി നടത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും മറ്റ് ചെടികൾ വളർത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. ദൈവിക അനുഗ്രഹങ്ങളും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.